ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായിട്ടും മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം നമ്മളിന്ന് ചെയ്യാൻ പോകണം. അതും വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും എന്താ പറയുന്ന നമ്മുടെ കലയുടെ ദേവതയായ സരസ്വതി ദേവിയാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ടാണ് നല്ല ഐസ്ക്രീം ബോളിൽ അതിനകത്ത് വെയിറ്റിന് വേണ്ടിയിട്ടാണ് സോപ്പ്, പിന്നെ ഒരു ബൗളിൻ്റെ അടപ്പ്, ഇതെല്ലാം കൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ അതായത് ആ താമര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു വേസ്റ്റ് പേപ്പർ ബാഗാണ്. കണ്ടില്ലേ, ഇത് നമുക്ക് ഒരു ക്ലോത്ത് ബാഗും അല്ല, പേപ്പർ ബാഗ് തന്നെയാണ്, വൈറ്റ് പേപ്പർ ബാഗാണ്. അത് ക്ലോത്ത് പോലെയും അല്ല, എങ്കിലോ പേപ്പർ പോലെയല്ല, രണ്ടിൻ്റെയും കണ്ടില്ലേ. അത് നമുക്ക് നല്ല നല്ല ഫ്ലവേഴ്സ് അതിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ താമരപ്പൂവാണ് ഞാൻ ഈ ഒരു പേപ്പർ ബാഗിൽ നിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു 3 അതിനെ മടക്കി അതിൻ്റെ കൈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി പോർഷൻ കണ്ടില്ലേ ഒരു 3 മടക്കിനാണ്. ഫസ്റ്റ് ഒരു 3 കട്ടിങ്സിൻ്റെ ഒരു കട്ടിങ്സിലാണ് ഇത് 2ആയിട്ട് മടക്കിയിട്ട് ആ ഒരു താമരയുടെ എതള് അത് എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മുട്ടിൻ്റെ ഷേപ്പാണ് അതിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പം നിവർത്തുമ്പം തന്നെ ഒരു ഇത് മടക്ക് ഉണ്ടാ 2-3 മടക്കായതുകൊണ്ട് അത് നിവർത്തുമ്പോഴത്തേക്ക് ഒരു 3, 4, 6 ഇതളുകൾ തന്നെ അതിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഷേപ്പാണ് വളരെ വ്യത്യസ്തമായിട്ടും. അതൊന്ന് ദേവിയെ ഇതിലെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ദേവീനെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിലും ഇതുമൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇപ്പോൾ വലിയ ക്രേസ് തന്നെ ആയിട്ടുണ്ട്. മുട്ടത്തോടും ടിഷ്യൂ പേപ്പറിൻ്റെ വർക്കുകൾ അത് നമ്മൾ കളർ ചെയ്തെടുക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള, അതായത് ഇത് ടിഷ്യൂ പേപ്പറോ ഒന്ന് തന്നെ ആണെന്ന് പോലും പറയാത്ത രീതിയിലാണ് അത് നമ്മൾ കളർ ചെയ്തെടുക്കുമ്പം. അക്ലിക് കളർ ആണെങ്കിൽ അക്ലിക് കളർ തന്നെ ചെയ്തെടുക്കണം. വളരെ മനോഹരമായിട്ടുള്ള, എന്ത് ചെയ്താലും അത് ആ ഒരു കളറിങ് പോകത്തതുമില്ല, നല്ല തിക്നെസ്സോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ ഐസ്ക്രീം ബോൾ, അതിൻ്റെ അകത്ത് സോപ്പ് കട്ടയാണ് ഒരു ബൗളിൽ വെച്ച് അത് ഒട്ടിച്ച് വെച്ചിരിക്കുക ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ആ ഒരു കട്ട് ചെയ്ത പേപ്പർ ബാഗിൻ്റെ ഇതളുകളാക്കി കട്ട് ചെയ്തതാണിത്. അത് റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒട്ടിച്ചടിക്കുകയാണ്. ഇതിപ്പം കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ഇതളിൻ്റെ അകത്ത് വേറൊരു ഇതളും കൂടി വെച്ച് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അത് B7000 എന്ന ഗം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ വളഞ്ഞിരിക്കണമെങ്കിൽ ആ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് അതിനെ ഒട്ടിച്ചെടുത്താലേ നമുക്ക് ഒരു താമരയുടെ ഒരു ഇതള് ഉണ്ടല്ലേ ഇങ്ങനെ വളച്ച് വെക്കാൻ പറ്റും. സെൻറ്ററിൽ കട്ട് ചെയ്ത് ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പിങ്ക് കളറിലെ ബാഗ് കിട്ടും, പക്ഷേ പിങ്ക് കളറിൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. അല്ലെങ്കിൽ ആ പിങ്ക് കളറിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാലും മതി. ഇതിപ്പോൾ ഞാനിത് കളർ ചെയ്തേ പറ്റൂ പിങ്ക് കളറിൽ. ഇനി ആ ഒരു ബോഡി ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് വെറുതെ ചുരുട്ടി ഒരു ഹെഡ് പോർഷന് വേണ്ടിയിട്ട് കുറച്ച് റൗണ്ട് ചെയ്ത് അത് ചുരുട്ടി ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് നീളത്തിലാണ് എടുക്കുന്നത്. കണ്ടില്ലേ, നീളത്തിൽ ചുറ്റി അതൊരു 3-4 ലെയറായിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് 2-3 ലെയറാക്കി. ഒരു ഇരിക്കുന്ന പോർഷൻ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും, അത് ഇരിക്കണമെങ്കിൽ ഒരു എൽ ഷേപ്പ് ആവണം, എങ്കിലേ നമുക്ക് ഒരു ബോഡിയെ ഇരുത്താൻ പറ്റൂ. ഇരുത്തുന്നതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എൽ ഷേപ്പാണ്. അപ്പോൾ ആ ഒരു എൽ ഷേപ്പിലോട്ട് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിക്നെസ്സിന് ഉണ്ട് അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൽ ഷേപ്പ് വേണം. ഇനി അതിൽ കണ്ടില്ലേ നല്ല രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചൊട്ടിച്ചടിക്കേണ്ടി വരും. കണ്ടില്ലേ, അത് ചുരുട്ടി കുറച്ച് പേഷ്യൻസ് തന്നെ വേണം ഈ ക്രാഫ്റ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആർട്ടിനെയും കാഴിയും കുറച്ച് നല്ല രീതിയിൽ പേഷ്യൻസ് വേണം. കാരണം അത്രയും ക്ഷമയോടെ നമ്മളത് ഒട്ടിച്ചൊട്ടിച്ച് ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിൽ, ഇപ്പോൾ ഏത് തന്നെ ഷേപ്പായാലും നമ്മുടെ മനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കത്തക്ക വിധത്തിൽ നമ്മൾ പ്രയത്നിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷേപ്പ് നമ്മുടെ കയ്യിൽ വരും. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്.
കാരണം ഞാൻ അത്രയും നമ്മുടെ മനസ്സിൽ ഒരു ഷേപ്പ് മോനിങ്ങനെ കറങ്ങി വരികയാണ്, എന്തോ ചെയ്തെന്നറിയാൻ വയ്യ. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡ് പോർഷനും ബോഡിക്ക് കുറച്ച് നീളത്തിലാക്കി. ഇനി 2 കൈക്ക് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക, കണ്ടില്ലേ? വെറുതെ ചുറ്റി അത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ആ ഒരു കൈ പോർഷൻ എത്ര നീളം വരുത്താം എന്നുള്ളത് വന്നതിന് ശേഷം അത് കട്ട് ചെയ്തങ്ങ് മാറ്റുകയും ചെയ്തു. ഇനി ആ ഒരു ബോഡി, ഒരു ദേവിയുടെ ബോഡി, ഒരു ഹ്യൂമൻ ബോഡിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ളത് നമുക്ക് ബോഡിക്ക് ഷേപ്പ് വരത്തക്ക വിധത്തിൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്ത് അവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ്, കണ്ടില്ല? ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് 2 പോർഷനായിട്ട് അതിനെ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഓരോ ലെയർ ഒട്ടിച്ചൊട്ടിച്ചാണ് ഷേപ്പ് കറക്റ്റ് ആ ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഇതിനി കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ടിഷ്യൂ പേപ്പർ ആണെന്ന് പറയത്തത് കൂടിയില്ല. ആ ഒരു രീതിയിലോട്ടാക്കി എടുക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ക്ലേ കൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ഒരു പ്രശ്നവുമില്ല. കുറച്ച് ക്ഷമയോടെ നമുക്ക് ആ ഒരു ഷേപ്പ് ഇതിൽ മെനഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? ഓരോ പീസ് പേപ്പർ എടുത്ത് അത് നമ്മൾ ഫെവിക്കോൾ, നമ്മുടെ കയ്യിൽ ഫെവിക്കോൾ പറ്റുകയാണെങ്കിൽ ഈ പേപ്പർ നമ്മുടെ കയ്യിൽ ഒട്ടിയെടുക്കാം. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധയോടെ അത് ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് ആയി വരുന്ന 2 കൈ ആയിക്കഴിഞ്ഞ്, അതുപോലെ ആ ഒരു വയർ ഭാഗം കറക്റ്റ്ലി ഒരു ബോഡി ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു അതായത് ഒരു വുമൻ്റെ ബോഡി എന്ന് പറയുന്നാൽ നമുക്കറിയാമല്ലോ ഓൾറെഡി ഫ്രണ്ട് ഉയർന്നിരിക്കും, ബാക്കും. വയറെന്ന് വെച്ചാൽ കുറച്ച് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വണ്ണം കൊടുക്കാത്ത രീതിയിലാണെങ്കിൽ മാത്രമേ ആ ബോഡി കാണാൻ വളരെ മനോഹരമായിട്ട് ഇരിക്കത്തുള്ളൂ. അതാണ് ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം അതിനെ ഒട്ടിച്ചും വെച്ചെടുത്ത് വരാം. കണ്ടില്ലേ? കറക്റ്റ് നമുക്കത് ഉണ്ടല്ലേ? ആ ഒരു ഹെഡിൻ്റെ പോർഷൻ, ആ ഒരു കഴുത്തിന് ഇനി നമ്മളവിടെ കുറച്ച് സ്പേസിന് വേണ്ടിയിട്ട് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് പോരാതെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നീളത്തിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് ആ ഒരു കഴുത്ത് ഭാഗം ഒട്ടിച്ചിഞ്ഞെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. വളരെ സാവകാശമാണ്. ടിഷ്യൂ പേപ്പറാണ്, കൈവച്ച് നമ്മൾ ചുരുട്ടിയാൽ നമുക്കറിയാമല്ലോ വളരെ നേർത്തതാണെങ്കിൽ കൂടിയും വളരെ മനോഹരമായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അക്ലിക് കളറും കൂടി ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ഇത് ടിഷ്യൂ പേപ്പർ ആണെന്ന് കൂടി പറയാത്ത രീതിയിൽ. ഇനി അതിൽ ഉണ്ടല്ലോ ഒരു വീണ, അത് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ കുറച്ച് റൗണ്ട് ബോൾ പോലെ കുറച്ച് റൗണ്ട് വെച്ച് അതിൽ നീളത്തിൽ വെച്ച് ഒട്ടിച്ചെടുത്തതിനെ പിന്നെ നമ്മൾ വീണ്ടും കവർ ചെയ്താണ് ആ ഒരു സരസ്വതി ദേവിയുടെ ആ ഒരു വീണേനെ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു ഷേപ്പൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാൽ മാത്രം മതി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ കാലിൻ്റെ പോർഷനാണ്, കണ്ടില്ലേ? വെറുതെ ഒടിച്ച് മടക്കി, അത് കുറച്ച് സാരിയുടെ ഒരു ചുളിവുള്ളത് കൊണ്ട് ഒടിച്ച് മടക്കി ചുളുക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ഒരു സൈഡിലതാണ്, ഒരു സൈഡ് മടക്കി കാല് മടക്കി ഇരിക്കുന്നതിൻ്റെതാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുത്തത്. ഇത് മറു സൈഡ് കുറച്ച് ഉണ്ടല്ലേ വളച്ച്, കണ്ടില്ലേ? നമുക്കത് ചുരുട്ടി വളച്ച്, കണ്ടില്ലേ? ആ ഒരു സാരിയുടെ ആ ഒരു ഞൊറിവും നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ ഉണ്ടല്ലേ വെച്ച് കഴിഞ്ഞ് കറക്റ്റ് ഇത്ര ആയപ്പോൾ തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഞാൻ ചിന്തിച്ച്, പക്ഷെ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ സൂപ്പറായി കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചെറിയ മൂക്കിനും ചെറിയ ഒരു ഇതെടുത്ത് ചുരുട്ടിയെടുത്ത് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞ്, ചെവിക്കും അതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞ്, അതുപോലെ തന്നെ ഉണ്ടല്ലേ വീണ എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞ് 2-4 കൈയും കറക്റ്റിൽ നമ്മൾ വെറുതെ ചുരുട്ടി മടക്കി കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടില്ലേ ആ ഒരു വിരലുകൾക്കെല്ലാം ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ലൈൻ കൊടുത്ത് കളർ ചെയ്തപ്പോൾ മനോഹരമായിട്ടുള്ള എന്താ പറയുന്നത് നമ്മുടെ ദേവിയെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.